പേജ് നമ്പർ 53 ആണ് കേട്ടോ. 53. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപർണ വായിച്ച മോളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ശീതൾ. ശീതൾ എന്ന കുട്ടിയുടെ പേരാണ്. ശീതൾ observe small picture on the desktop. These pictures and called the ഡെസ്ക്ടോപ്പിൽ കാണുന്ന സ്മോൾ പിക്ചേഴ്സിനെ നമ്മൾ എന്താണ് വിളിക്കുക? വാട്ട് ഇറ്റ് ഈസ് കോൾഡ്? ഡെസ്ക്ടോപ്പ്. ഡെസ്ക്ടോപ്പിൽ കാണുന്ന പിക്ചേഴ്സിന്റെ കാര്യമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ എന്താ പറയാ? സ്മോൾ പിക്ചേഴ്സ് ഓൺ ദ ഡെസ്ക്ടോപ്പ്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? ഡെസ്ക്ടോപ്പിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു പിക്ചേഴ്സിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഐക്കൺ. അതാരാ പറഞ്ഞേ? ടീച്ചർ ചോദിക്കുന്ന ആള് മാത്രമേ പറയുള്ളൂ. കേട്ടോ ആൻസർ? എന്താണ് അതിന് പറഞ്ഞത് ഇപ്പോ? ഐക്കൺ. ഐക്കൺസ്. എഴുതിക്ക എല്ലാരും. ഐക്കൺസ്. എന്താ സ്പെല്ലിംഗ് അപർണ? ഐക്കൺസിന്റെ സ്പെല്ലിംഗ് എന്താ അറിയാമോ? പറഞ്ഞു കൊടുത്ത എല്ലാവർക്കും. ICONS. ഐക്കൺസ്. അടുത്തത് ധ്രുപദ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച മോനെ. ധ്രുപദ് വായിച്ചേ. Date, the time, date and the time are displayed on the right corner of the dash. എവിടെയാണ് ഡേറ്റും ടൈമും ഡിസ്പ്ലേ ചെയ്യുന്നത്? ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഡേറ്റും ടൈമും എവിടെയാണ് ഡിസ്പ്ലേ ആയിരുന്നത്? ഏത് ഒരു ഹൊറിസോണ്ടൽ ബാറിൽ അതാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ആ ഹൊറിസോണ്ടൽ ബാറിന് എന്താ വിളിക്കുക? ഡെസ്ക്ടോപ്പിന്റെ ഏറ്റവും അടിയിൽ കാണുന്ന ഹൊറിസോണ്ടൽ ബാറിനെ എന്താ വിളിക്കുക നമ്മള്? പഠിക്കുന്നില്ല വീട്ടിലിരുന്നിട്ട് ആരും. അതാണ് ആൻസർ കിട്ടാത്തെ. ടാസ്ക് ബാർ. എന്താണ്? ടാസ്ക് ബാർ. എഴുതിക്ക എല്ലാരും. TASKBAR. ടാസ്ക് ബാർ. തന്നെ എഴുതുക എല്ലാരും കേട്ടോ. എന്നിട്ട് ടീച്ചർ ഗ്രൂപ്പിൽ ഇടുമ്പോ നോക്കി കറക്റ്റ് ആണോ എന്ന് സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യാം. ടാസ്ക് ബാർ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദിയ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച മോളെ. മോൾക്ക് ടെക്സ്റ്റ് വരാണല്ലോ അല്ലേ? ഓക്കെ ഫൈൻ. ഫൈഹറാന അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. Can start an application or open a file using the dash button. ഏത് ബട്ടൺ കൊടുത്തിട്ടാണ് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുക? using the dash button. ഡബിൾ ക്ലിക്ക്. ഏത് ബട്ടൺ ആണെന്നാ ചോദിച്ചിരിക്കുന്നത് മോളെ?
ലെഫ്റ്റ് ബട്ടൺ. ആ യെസ്, ലെഫ്റ്റ് ബട്ടൺ അല്ലെങ്കിൽ റൈറ്റ് ബട്ടൺ കൊടുത്തും അതിനേക്കാളും കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് പറയാം യൂസിങ് ദ ഓപ്പൺ ബട്ടൺ. ഏത് ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ലെഫ്റ്റ് ബട്ടൺ എഴുതാം. രണ്ട് ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഒരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി രണ്ട് ബട്ടണും നമ്മൾ ഉപയോഗിക്കാം. ഒന്നുകിൽ ലെഫ്റ്റ് ബട്ടൺ കൊണ്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ബട്ടൺ കൊണ്ട് സിംഗിൾ ക്ലിക്ക് ചെയ്യാം, ഒരു ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾക്ക് റൈറ്റ് ബട്ടൺ കൊടുത്തിട്ട് ഓപ്പൺ എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം. ടീച്ചർ കാണിച്ചു തന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ ബട്ടണിന്റെ കാര്യം ചോദിച്ചതുകൊണ്ട് ലെഫ്റ്റ് ക്ലിക്കോ റൈറ്റ് ക്ലിക്കോ അല്ലാതെ നമ്മൾക്ക് ഓപ്പൺ ബട്ടൺ കൊടുത്തിട്ട് ഓപ്പൺ എന്നുള്ള ഓപ്ഷൻ, അതായത് ബട്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പൺ ബട്ടൺ, യൂസിങ് ദ ഓപ്പൺ ബട്ടൺ. അപ്പൊ നമ്മള് ഓപ്പൺ എഴുതുക. ഓക്കെ, അതാണ് കുറച്ചും കൂടെ. കാരണം ലെഫ്റ്റ് ക്ലിക്ക് ഉപയോഗിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഏത് ബട്ടൺ ആണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ബട്ടൺ. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഓപ്ഷൻസ് വരും. അതിന്റെ ഓപ്പൺ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ OPEN, ഓപ്പൺ, ഓപ്പൺ ബട്ടൺ. ചെയ്തേ മോളെ ഫൈഹാന. അടുത്തത് അവിടെ ഒരു പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മള് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. ഒരു ഡെസ്ക്ടോപ്പിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കാണാൻ സാധിക്കും, അതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചർ ഒന്ന് നോക്കിയാൽ എല്ലാരും. അതിനകത്ത് ABC 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് നോക്കിക്കേ എല്ലാരും, കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഒന്ന് എഴുതാൻ ശ്രമിക്കുക എല്ലാരും. ഒന്ന് ആ മാർക്ക് ചെയ്തിരിക്കുന്നത് A എന്താണ്, B എന്താണ്, C എന്താണ്, എല്ലാരും ഒന്ന് എഴുതിക്കേ. ഇവിടെ ടീച്ചർ ചോദിക്കാം. എത്ര പേർക്ക് കിട്ടി? 3 ആൻസറും എത്ര പേർക്ക് കിട്ടി? ഫറാന് കിട്ടി. ഓക്കെ, ഒരാൾക്കേ കിട്ടിയുള്ളൂ. അസ്മിലിന് കിട്ടിയോ? അസ്മിൽ ഇന്ന് എന്താണ് ഇരുട്ടത്തിരിക്കുന്നേ? കറണ്ട് ഇല്ലേ അവിടെ മോനെ? അസ്മിൽ, എനിക്ക് കാണുന്നില്ലല്ലോ അസ്മിലിനെ ഇന്ന്. ഞാൻ വേറെ വീട്ടിലാ. വേറെ വീട്ടിലാണോ? ആഹാ, ഓക്കെ. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഒരെണ്ണം പോലും കിട്ടിയില്ലേ? ഏതാ കിട്ടിയേ? A ആണോ B ആണോ C ആണോ കിട്ടിയേ? C. ആ, C എന്താണ്? യെസ്, സ്റ്റാർട്ട് ബട്ടൺ. C എന്നുള്ളത് സ്റ്റാർട്ട് ബട്ടൺ ആണ്. ഓക്കെ, C സ്റ്റാർട്ട് ബട്ടൺ. ഓക്കെ, ഫറാൻ ഒരെണ്ണം പറഞ്ഞേ. A പറഞ്ഞേ, അല്ല സോറി B പറഞ്ഞേ. B എന്താ കിട്ടിയേ? ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ, ഡേറ്റ് ആൻഡ് ടൈമിനേക്കാളും നമുക്ക് ഓക്കെ ഫൈൻ. ഡേറ്റ് ആൻഡ് ടൈമിന്റെ അവിടെയാണ് കൊടുത്തത്. ടീച്ചറിന്റെ ടെക്സ്റ്റ് ബുക്കില് കുറച്ച് ക്ലാരിറ്റി കുറവാണ്. ഡേറ്റ് ആൻഡ് ടൈമിന്റെ അവിടെയാണോ മാർക്ക് ചെയ്തിരിക്കുന്നത്? അതെയോ? അത്ര ക്ലിയർ അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ഓക്കെ ഫൈൻ. ഡേറ്റ് ആൻഡ് ടൈം ആണ്. ടാസ്ക് ബാറിൽ ഡേറ്റ് ആൻഡ് ടൈം. ഓക്കെ ഫൈൻ. അടുത്തത് A കിട്ടിയോ ആർക്കെങ്കിലും? ഇപ്പൊ നമ്മൾ പറഞ്ഞ ആൻസർ ആണ്. A കിട്ടിയോ ആർക്കെങ്കിലും?
ഫറാനല്ല, വേറെ ആർക്കും കിട്ടിയില്ല. ഇപ്പൊ നമ്മൾ ആൻസർ ഒരു പ്രാവശ്യം ഇപ്പൊ പറഞ്ഞതാണ്. ഡെസ്ക്ടോപ്പിലുള്ള പിക്ചേഴ്സ് എന്താണ് പറഞ്ഞ ഏത് ആൻസർ? ആ, ഐക്കൺസ്. എ ഉള്ളത് ഐക്കൺസ് ആണ്. എല്ലാരും എഴുതിക്കേ. എല്ലാരും എഴുതി കഴിഞ്ഞോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സൽമാൻ ഇപ്പോഴാണോ ജോയിൻ ചെയ്തത്? വേറെ സ്ഥലത്ത് പോയെന്നോ എന്തോ പറഞ്ഞ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. പതുക്കെ പറഞ്ഞു. എന്താണ്? നേരം വൈകി പോയെന്നോ? ആ, ഓക്കെ. ടെക്സ്റ്റ് എടുത്തോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പേജ് നമ്പർ 53. ടെക്സ്റ്റ് എക്സസൈസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 53. അപ്പൊ കുറെ പേര് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങളെ ഗ്രൂപ്പിൽ ടൈം കണ്ടില്ലായിരുന്നോ ടീച്ചർ ഇട്ടത്? 12:30 എന്നുള്ള ടൈം കണ്ടില്ലേ? എന്താ മോനെ? ഇന്ന് ബർത്ത്ഡേ ആണോ? ആഹാ, സൽമാന്റെ ബർത്ത്ഡേ ആണോ ഇന്ന്? എന്നിട്ട് എന്താ മിണ്ടാതിരുന്നേ? കേക്ക് കട്ട് ചെയ്യാൻ പോയിരിക്കായിരുന്നോ? ആണോ? ഓക്കെ, നമുക്ക് ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് ബർത്ത്ഡേ വിഷ് ചെയ്യാം കേട്ടോ. ഓക്കെ, 53 എടുത്തോ? 53 എടുത്തോ? സൽമാനും ശ്രേയസ് ഇപ്പൊ ജോയിൻ ചെയ്തവരൊക്കെ 53, പേജ് നമ്പർ 53. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അടുത്ത് വായിക്കാൻ പോകുന്നത്. ബാക്കി ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ടീച്ചർ ഗ്രൂപ്പിൽ ആൻസർ ഇടുമ്പോൾ നോക്കി എഴുതിക്കോളൂ കേട്ടോ. സൽമാൻ വായിച്ചേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എ ക്വസ്റ്റ്യൻ വായിച്ചേ. Option for each of the following complete statements. വായിച്ചേ, എ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ പറഞ്ഞേ. To start the computer, he should. He should. ഏതാണ്? കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത്? നോക്കിക്കേ, എല്ലാം ഒന്ന് വായിച്ച് നോക്കിക്കേ. Press the power switch on the electricity switch board. Press the power button on the remote control. ആൻസർ നോക്കിക്കേ എഴുതാൻ ശ്രമിച്ചേ. സൽമാൻ ഇപ്പൊ ആൻസർ പറയും. പ്രസ് ദ പവർ ബട്ടൺ ഓൺ ദ മോണിറ്റർ, മൂന്നാമത്തെ ഓപ്ഷൻ അതാണ്. പ്രസ് ദ പവർ ബട്ടൺ ഓൺ ദ CPU ക്യാബിനറ്റ്, നാലാമത്തെ ഓപ്ഷൻ അതാണ്. ഏതാണ് ആൻസർ വരിക? കേക്കട്ടെ, പറഞ്ഞേ, ആൻസർ പറയൂ സൽമാൻ. സൽമാൻ, പ്രസ് ദ പവർ ബട്ടൺ. എല്ലാം പ്രസ് ദ പവർ ബട്ടൺ ആണ്. എവിടുത്തെ പ്രസ് ദ പവർ ബട്ടൺ ആണ്? ഓൺ ദ CPU ക്യാബിനറ്റ്. യെസ്, നാലാമത്തെ ഓപ്ഷൻ. പ്രസ് ദ പവർ ബട്ടൺ ഓൺ ദ CPU ക്യാബിനറ്റ്.
യെസ്. അടുത്തത് ശ്രേയസ്, അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻ വായിച്ചേ. ബി ക്വസ്റ്റ്യൻ. Help some Sono Sanu choose the yes. correct keyboard short to Shortcut. open the start but menu. Start menu. Help Sonu choose the correct keyboard shortcut to open the start menu. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അറിയാമോ മോൻ? അറിയാമോ? ഇല്ല, നമ്മൾ ഷോർട്ട് കട്ട് കീസ് പഠിച്ചിട്ടില്ല. ടീച്ചർ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. സെക്കൻഡ് ആൻസർ കൺട്രോൾ പ്ലസ് എസ്കേപ്പ് ബട്ടൺ. സെക്കൻഡ് ഓപ്ഷൻ കൺട്രോൾ പ്ലസ് ESC. കീബോർഡിലുള്ള കൺട്രോൾ ബട്ടണും എസ്കേപ്പ് എന്നൊരു ബട്ടൺ ഉണ്ട്, ESC എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് രണ്ടും കൂടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സ്റ്റാർട്ട് മെനുവിൽ പോവാൻ പറ്റും. ഓക്കെ, അപ്പൊ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ. Then third question, Saira, no, Aisha Fatima, അല്ലേ? Aisha Fatima അല്ലേ? Yes. Third question വായിച്ചേ. Identify the icon representing the start button on the taskbar. ടാസ്ക് ബാർ, സോറി, സ്റ്റാർട്ട് ബട്ടണിന്റെ ഐക്കൺ ഏതാണ്? ഫസ്റ്റ് വൺ. യെസ്, ഫസ്റ്റ് വൺ ആണ് സ്റ്റാർട്ട് ബട്ടണിന്റെ ഐക്കൺ. എല്ലാരും മാർക്ക് ചെയ്യൂ. ഫസ്റ്റ് വൺ. മൈക്ക് ഓൺ ആയിരിക്കുന്നത്. ജ്യോതിർമയി മൈക്ക് മ്യൂട്ട് ചെയ്യൂ. ദെൻ നവമി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. The power button is മോളെ അടുത്തത് ഡി ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല. ഡി ക്വസ്റ്റ്യൻ. cross is the icon to dash. Divide the window into two. Cross the window. Resize the window. Hide the window. Close the window. Yes, close the window. Window close ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ into ബട്ടൺ പ്രസ് ചെയ്യുന്നത്. തേർഡ് ഓപ്ഷൻ. നിശാന്ത്. Yes, miss. Next question. Per button is displayed. Display is displayed when you click. When you click the power button, वहां पे एक सिंबल दिया हुआ है, वहां पे एक सिंबल राउंड सर्कल का सिंबल दिया हुआ है. वो सिंबल कब आएगा? कौन सा बटन प्रेस करने के बाद वो सिंबल आएगा? वही सवाल है. ठीक है, ഏത് ബട്ടൺ ആ? അവിടെ ഒരു സർക്കിൾ ബട്ടൺ, നമ്മളത് പവർ ബട്ടൺ ആണ്. അത് നമ്മൾ എവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ പവർ ബട്ടൺ വരിക? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് അത്. ആ പവർ ബട്ടൺ എവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ആ എന്താണ്, എവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സർക്കിളിലുള്ള പവർ ബട്ടന്റെ സിമ്പിൾ വരും? ആൻസർ ഈസ് സ്റ്റാർട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴാണ്. ഓക്കെ നിശാന്ത്, ഫസ്റ്റ് ഓപ്ഷൻ. ആ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് പവർ ബട്ടൺ, അതായത് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതല്ലേ, ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് വരിക. इसका क्या लिखा है पहले ये बता, इसका आंसर कहाँ है? क्या हुआ निशांत, क्या कंफ्यूजन है उधर?
ये पता नहीं चल रहा है कि कौन सा होगा फर्स्ट वाला। इसका आंसर पूछ रहे हो? हाँ अभी जो फर्स्ट ऑप्शन दिया हुआ ना, वहां पे 4 ऑप्शन दिया हुआ है, फर्स्ट नंबर दिया हुआ है, 1 करके नंबर दिया हुआ है ना वहां पे। हाँ, हाँ एक स्क्वायर के अंदर एक, यस मैम। हाँ फर्स्ट ऑप्शन है सही आंसर। हाँ ठीक है। ഫറാൻ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. You should always shut down the computer properly. True. Yes. You should always shut down the computer properly. Computer correct ആയിട്ട് shut down ചെയ്യണം. Every time നിങ്ങൾ വർക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ? യെസ്. Okay. ഓക്കെ, അടുത്തത് ഫൈഹറാന. Pressing CTRL എന്നുള്ളത് കൺട്രോൾ എന്നാണ് വായിക്കേണ്ടത്. അതൊരു കീബോർഡിലുള്ള കീ ആണ്, കൺട്രോൾ. പ്ലസ് ഫോർ കീ. സൈമുൾട്ടേനിയസ്ലി, മാറി മാറി എന്നാണ് അർത്ഥം. പറഞ്ഞേ സൈമുൾട്ടേനിയസ്ലി പറഞ്ഞേ. കുറച്ച് പാടല്ലേ? സൈമുൾട്ടേനിയസ്ലി. അടുത്തത് shut down the computer. ഇത് ഷോർട്ട് കട്ട് കീ ആണ്, ചിലപ്പോ അറിയുന്നുണ്ടാവില്ല. ആൻസർ ഫോൾസ് ആണ്. ഓക്കെ, പ്രസിംഗ് കൺട്രോൾ പ്ലസ് F4 കീ സൈമുൾട്ടേനിയസ്ലി വിൽ ഷട്ട് ഡൗൺ ദ കമ്പ്യൂട്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻസർ ഈസ് ഫോൾസ്. ഓൾട്ട് പ്ലസ് F4 കീ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുക. ഓക്കെ, കൺട്രോൾ പ്ലസ് F4 അല്ല, ഓൾട്ട് പ്ലസ് F4. സോ ദ ആൻസർ ഈസ് ഫോൾസ്. അടുത്തത് ധ്രുപദ്, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. Icons are small pictures found in scrapbook. scrapbook. True or false? False. അമ്മയായിട്ട് ഡിസ്കഷൻ ആണ് അവിടെ. ഫോൾസ് ആണ്. യെസ്, ആൻസർ ഈസ് ഫോൾസ്. ഐക്കൺസ് എന്ന് പറഞ്ഞാൽ എവിടെ കാണുന്ന പിക്ചേഴ്സ് ആണ്? ഐക്കൺസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണുക നമുക്ക്? സ്മോൾ പിക്ചേഴ്സ് ഫൗണ്ട് ഇൻ ഡെസ്ക്ടോപ്പ് അല്ലേ? പഠിച്ചതല്ലേ ഡെസ്ക്ടോപ്പ്. ആൻസർ ഈസ് ഫോൾസ്. അസ്മിൽ, അടുത്ത ക്വസ്റ്റ്യൻ. The background on the desktop is called desk paper. The background on the desktop is called desk paper. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? ആൻസർ എന്താണ്? False. The background on the desktop is called wallpaper. Okay, wallpaper ആണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഡെസ്ക്ടോപ്പിൽ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിനെ നമ്മൾ വാൾപേപ്പർ എന്നാണ് പറയുക. ആൻസർ ഈസ് ഫോൾസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ പറഞ്ഞുതരാം. വി ക്യാൻ സ്റ്റാർട്ട് ആൻ ആപ്ലിക്കേഷൻ ബൈ ഡബിൾ ക്ലിക്കിംഗ് ദ ഐക്കൺ. ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന വഴി ഒരു ആപ്ലിക്കേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. ആൻസർ ഈസ് ട്രൂ. ഓക്കെ, അപ്പൊ ടീച്ചർ ഗ്രൂപ്പിൽ ഇട്ടോളാം, നോക്കി നിങ്ങൾ കറക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ.